I realized that എൻ്റെ അമ്മയാണ് emotionally more strong and stable than my father. And I'm more like my father, and I wish I had the emotional strength or resilience like my mother. I am very proud of myself that way. Because ഈ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ലൈഫിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ഞാൻ എന്നെ അങ്ങനെ മാറ്റിയിട്ടില്ല. എല്ലാവർക്കും വാശി ഉണ്ടാവില്ല. വാശി എന്ന് പറഞ്ഞാൽ യു ജസ്റ്റ് ഹാവ് ടു ചാനലൈസ് ഇറ്റ് പ്രോപ്പർലി. ഒരു ഗെയിമിലേക്ക് കടക്കാം. സോ ദീസ് ആർ വാനസേഴ്സ് കാർഡ്സ്. ഐ ആം ഗെയിം സെക്ഷനിലാണ്. ഒരു കാർഡ് എടുക്കുക, അതിനകത്ത് എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാവും. ആൻഡ് ജസ്റ്റ് റീഡ് ഇറ്റ് ഔട്ട് ആൻഡ് പെട്ടെന്ന് മനസ്സിൽ വരുന്ന എന്തെങ്കിലും അനക്ഡോട്ട്, സ്റ്റോറി, ഫീലിംഗ്, whatever. എന്താ വന്നിരിക്കുന്നത്? Ask your mom. Ask your mom. Do you ask your mom അമ്മയുടെ അഭിപ്രായങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ടോ? The only thing I ask my mom is, so every time I'm off shape, ഞാൻ എൻ്റെ അമ്മയോട് പോയി ചോദിക്കും പണ്ടത്തെ എത്ര മസിൽ ഉണ്ടെന്ന്. ലാസ്റ്റ് ടൈം ഐ ആസ്ക്ഡ് ഹർ. എന്തെങ്കിലും കറക്റ്റ് ഓണസ്റ്റ് റിപ്ലൈ കിട്ടിയിട്ടുണ്ടോ അമ്മയുടെ അടുത്ത്? അമ്മ ഈസ് ദി മോസ്റ്റ് ഓണസ്റ്റ് പേഴ്സൺ ദാറ്റ് ഐ എവർ മെറ്റ്. അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കും കുറച്ച് ക്ഷീണിച്ചോ ഞാൻ. അപ്പോൾ ഐ റിയലി ബാഡ്ലി വോണ്ട് ടു ഹിയർ ദാറ്റ് ഇല്ല. ബട്ട് അമ്മ സേസ് പണ്ടത്തെ അത്ര മസിലില്ല, പക്ഷെ ഓക്കെയാണ്. That triggers me like big time and I work out. So Amma knows that I want this to happen, so that I want some reason to work out. അപ്പോൾ അമ്മയുടെ അടുത്ത് അങ്ങനെയാണ്. അമ്മയുടെ അടുത്ത് എല്ലാം ഷീസ് വെരി, ഞാൻ ആദ്യം വിചാരിച്ച എൻ്റെ അച്ഛനാണ് ഭയങ്കര ടഫ്, ഐ മീൻ ഇമോഷണലി. അമ്മ ഒരു അയ്യപ്പ അമ്മയായിട്ടാണ് എനിക്ക് പിന്നീട് ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. ദോ ചൈൽഡ്ഹുഡിൽ ഞാൻ വിചാരിച്ച അമ്മയാണ് ഭയങ്കര ഹാർഷ് ആൻഡ് ഓൾ. ബിക്കോസ് അമ്മ യൂസ് ബീറ്റ് മീ ലൈക്ക് for 2 years. അത് ഞാൻ പഠിക്കാതെ ചെറിയ രീതിയിൽ 8th സ്റ്റാൻഡേർഡ് തൊട്ട് ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാണ്. അച്ഛൻ ഇതുവരെ അടിച്ചിട്ടില്ല, ചീത്ത പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര പേടി അച്ഛനെ. പക്ഷെ ഓവർ ദി ഇയേഴ്സ് വെൻ ദീസ് ബോത്ത് ഓഫ് ദം ക്രോസ് 50, ഐ റിയലൈസ് ദാറ്റ് എൻ്റെ അമ്മയാണ് ഇമോഷണലി മോർ സ്ട്രോങ് ആൻഡ് സ്റ്റേബിൾ ദാൻ മൈ ഫാദർ. ആൻഡ് ഐ എം മോർ ലൈക്ക് മൈ ഫാദർ, ആൻഡ് ഐ വിഷ് ഐ ഹാഡ് ദി ഇമോഷണൽ സ്ട്രെങ്ത് ഓർ റെസിലിയൻസ് ലൈക്ക് മൈ മദർ. Why do you feel that she is more emotionally stronger? പല പ്രശ്നങ്ങൾ She would have seen life more better. അച്ഛൻ ചിലപ്പോൾ ഓഫീസിൽ പോലെ ലൈഫ് അറ്റൻഡ് ചെയ്യുന്നത് സ്ത്രീകളല്ലേ. സോ ദാറ്റ്സ് വൈ ഐ ഓൾവേസ് ലുക്ക് ഫോർ ട്രേഡ്സ് ദാറ്റ് മൈ മദർ എക്സിബിറ്റ്സ്. ഐ ഫീൽ ഇപ്പം എന്നെ ജിമ്മിലേക്ക് എൻ്റെ ലൈഫിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളിലേക്ക് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് മോർ മൈ മദർ. ഫസ്റ്റ് ജിമ്മിൽ പോകാൻ പറഞ്ഞ അമ്മയാണ്, എക്സസൈസ് ചെയ്യാൻ പറഞ്ഞത് അമ്മയാണ്. സോ ആ ബ്രദർ ലൈക്ക് മൈ അങ്കിൾ, വൺ ഓഫ് ദം, ഷീ ഹാഡ് 4 brothers. So one of them used to like train really big. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ബാബുമാമ ഇങ്ങനെ എക്സസൈസ് ഒക്കെ ചെയ്യണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെ, അപ്പോൾ ഈ സാധനമൊക്കെ ഉണ്ടാക്കി സ്വയം ഉണ്ടാക്കി എക്സസൈസ് ചെയ്തു. So I said, oh, and then I started. So she would wake up at 4 o'clock, 4:30 ഞാൻ എണീക്കും and push up ചെയ്യും. She would keep the count. അപ്പോൾ എനിക്ക് ഇത്ര നോക്കിയാൽ മതി. ഇന്നലെ എന്തായിരുന്നു, അപ്പോൾ അമ്മ പറയും 10 എണ്ണമായിരുന്നു. അപ്പോൾ ഐഡിയ വാസ് ടു ഡു 1 more. That is, so you have to do 10, but 1 more extra. അപ്പോൾ 11 ആയി, 15 ആയി, 25 ആയി. I became strong. And so in that sense, yeah, I asked for a lot of stuff from my mother. ഇപ്പോൾ കുറവാണ്, but I feel she is more emotionally strong. Okay. Okay, I'll go for this. Look into it and decide. Look into it, decide. എപ്പോഴെങ്കിലും ഒരു ഡിലെമയിൽ ഉണ്ടായിട്ടുണ്ടോ where you actually felt I need to look deeper എന്നിട്ട് ഡിസൈഡ് ചെയ്യണം? So I don't think much basically. So ഈ ആസ്പെക്ട് എൻ്റെ ലൈഫിലില്ല. അയ്യോ. So more of a spontaneous ലൈഫാണ്, ലൈഫ് ലോങ് അങ്ങനെയാണ് ചെയ്തേക്കണേ. So I don't think of pros and cons. I feel it kills the thrill of being a human is what I feel. You think too much and you don't give your best. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു എന്തെങ്കിലും ലൈഫിലൊരു ത്രില്ലിങ് ലൈഫ് ചേഞ്ചിങ് തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ കൂടുതൽ ചിന്തിക്കാൻ പാടില്ല. ഇഫ് ഇറ്റ് ക്രിയേറ്റ് സം സോർട്ട് ഓഫ് സ്ട്രെസ് വിതിൻ യു, യു ഷുഡ് ഡു ഇറ്റ് is what I believe. So some sort of stress in you. നമ്മൾ എന്തെങ്കിലും ചിന്തിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഞാൻ വളരെ സിമ്പിളായിട്ട് ഒരു ബിസിനസ്സിനെ കുറിച്ച് അറിഞ്ഞു, ഈ ബിസിനസ് ചെയ്താൽ ഭയങ്കരമായിട്ട് ഗ്രോത്ത് ഉണ്ട് അങ്ങനെയൊക്കെ തോന്നിയെന്ന് വെച്ചോളൂ, ഷുഡ് ഡു ഇറ്റ്. യു ഷുഡ് be ready to fail, which is a very difficult decision people
why people look into things is the fear of failure is too much. And my drive is very high. My drive is like, I don't think that I'll fail. That's the problem. അത് കൊള്ളാം. Yeah. Rephrase and ask again. റീഫ്രേസ് ആൻഡ് ആസ്ക് അഗൈൻ. അത് പഠിച്ചിട്ടുണ്ടോ? അത് That എനിക്ക് is ഗുജറാത്തിൽ നിന്ന് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ റീഫ്രേസ് ആൻഡ് ആസ്ക് അഗൈൻ സംഭവിച്ചിട്ടുണ്ടാവും അല്ലേ? again not much. എന്നോട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് like would have been this better, അത് better. ഇങ്ങനെ ചോദിച്ചാൽ ശരിയായിരുന്നു, നിനക്കൊന്നും ഇത്രൂടെ ഡിപ്ലോമാറ്റിക്കലി ചോദിച്ചുകൂടെ, എന്തിനാണ്, അല്ലെങ്കിൽ പറഞ്ഞുകൂടെ? പാർട്ട് ഓഫ് മൈ പേഴ്സണാലിറ്റി അല്ല ഇതൊക്കെ. എന്താ സംഭവം, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് എല്ലാം അറിയാം, ഇങ്ങനെയാണ് അങ്ങനെയാണ്, ചില ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ട കാര്യമില്ല. ഓൾ ദി 1 2 3 4 സ്റ്റെപ്പ് ഹൗ ടു ലിവ് ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനെന്ന വ്യക്തി മാറിപ്പോകാൻ പാടില്ല എന്ന് എനിക്ക് എൻ്റെ ഒരു നിർബന്ധമായിരുന്നു. ആൻഡ് ഐ വോണ്ടഡ് ടു സീ ഇവോൾവ് ആവണം വ്യക്തിപരമായിട്ട്. യുവർ തോട്ട്സ് ആൻഡ് യുവർ etiquettes, lot of things you should learn and learn, but core ഉണ്ടല്ലോ ഒരു വ്യക്തിയുടെ കോർ. സോ ഐ എം സ്റ്റിൽ ദ 18-year-old which I am very proud of myself that way. ബിക്കോസ് ഈ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ലൈഫിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ഞാൻ എന്നെ അങ്ങനെ മാറ്റിയിട്ടില്ല. പക്ഷെ നമ്മൾ ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടെങ്കിലല്ലേ നമുക്ക് ജീവിതത്തിൽ എല്ലാ സിറ്റുവേഷൻസ് നേരിടാൻ പറ്റുള്ളൂ. അവിടെ ഒരു റിജിഡിറ്റി വരുന്നില്ലേ? ഹൗ മച്ച് ഫ്ലെക്സിബിൾ ആണെന്ന് പ്രശ്നം. ഈ ഫ്ലെക്സിബിൾ ആയി ആള് മാറിപ്പോവും. സി റിജിഡ് ഇസ് സ്റ്റിൽ ഫൈൻ ഫോർ മീ. ഫ്ലെക്സിബിൾ ആയി വരുമ്പോഴേ യു ഡോണ്ട് നോ വേർ ടു സ്റ്റോപ്പ്. എത്ര ഫ്ലെക്സിബിലിറ്റി ആണോ ഓക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും. യു വിൽ നോട്ട് ബി ഏബിൾ ടു ഡിഫൈൻ ഫ്ലെക്സിബിലിറ്റി. But you can always say that the rigid part is always the same. I am saying emotional evolution okay നല്ലതാണ്, but character level like if I have to rephrase and say things to you, I think I'm not very comfortable with you, or you don't understand me as an individual. So I will leave the place. എനിക്ക് പിന്നെ ഞാൻ നോക്കും പ്രയോറിറ്റൈസ് ചെയ്യും, ഞാൻ എന്തിനാണ് ഇവരുടെ അടുത്ത് ഇത്രയും പറയാൻ പോകുന്നത്. സോ ഓൾ ദ ഇഷ്യൂസ് എൻ്റെ ലൈഫിലുണ്ടായ സമയത്ത് ഞാൻ ഒരാളുടെ അടുത്തും ചേട്ടാ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയായിരുന്നു, നിങ്ങൾ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്, ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഐ ഹാവ് അലൗഡ് ദം, ഐ ഹാവ് ഗിവൻ ദെയർ ഇനഫ് ടൈം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചിന്തിച്ച് ഉണ്ണി ഇത് പറഞ്ഞത് ശരിയാണോ ഇല്ലയോ എന്ന് നിങ്ങൾ മനസ്സിലാക്കി. എൻ്റെ അടുത്ത് 10 വർഷം കഴിഞ്ഞിട്ട് ആൾക്കാർ സോറി പറഞ്ഞിട്ടുണ്ട്. സോ ഐ ഫീൽ ദാറ്റ് ബട്ട് വാട്ട് ഹാപ്പൻസ്, ഈ 10 വർഷം വരെ നമ്മളെക്കുറിച്ച് കുറ്റം പറഞ്ഞ് നടക്കും. ദ ഡാമേജ് ഇസ് പ്രിറ്റി ഹൈ. ബട്ട് അഗെയിൻ ഐ എം ബീങ് സമ്മൺ ഹൂ പ്രോബ്ലം ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട് ഇങ്ങനെ ഗുഡ് ദാറ്റ് ഐ എം അലോൺ, ദാറ്റ് ഐ ആം ഏബിൾ ടു ടേക്ക് സം, മേ ബി ഇഫ് ഐ ഹാവ് എ ഫാമിലി ഓഫ് മൈ ഓൺ ആൻഡ് ഓൺ, മേ ബി ഐ വിൽ കട്ട് ഡൗൺ ഓൺ ദീസ് വൈൽഡ് ഒരു 2 കാർഡും കൂടെ. യെസ് യെസ്. നോ വേ ജോസ്. നോ വേ, ഞാൻ ഇത് ചെയ്യില്ല, ഇത് എനിക്ക് പറ്റുന്ന കാര്യമല്ല. ഐ ആം ഓക്കെ വിത്ത് ഇറ്റ്. അതുണ്ട്. ഐ ഹാവ് മൈ ഡൂസ് ആൻഡ് ഡോട്ട്സ് ഇൻ ദ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ. ഐ ഫീൽ ഇറ്റ്സ് യു ഷുഡ് ഹാവ് സംതിങ്, സം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്റ്റഫ് ഹാപ്പനിങ്. എന്ന് വെച്ചാൽ ചിലത് ചെയ്യില്ല എന്ന് വെച്ചാൽ ചെയ്യില്ല, അത് ഇപ്പോൾ ചെയ്യില്ല എന്ന് മാത്രമേ ഉള്ളൂ. എനിക്കെന്താ പറയുക, എന്നെ ഒരാൾ കൺവിൻസ് ചെയ്തിട്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇതൊക്കെ എൻ്റെ പോരായ്മകളായിരിക്കും. ഞാനായിട്ട് പതിയെ ഇത് ഓക്കെ ആണല്ലേ. സോ ഐ എം എ സ്ലോ ലേണർ. വൺസ് ഐ ലേൺ ഐ എം ഗുഡ് അറ്റ് ഇറ്റ്. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ നോന്ന് പറയുമ്പോൾ ആൾക്കാർ പറയും ഇവൻ ഇനിബിഷൻസ് ഉള്ള ആളാണ്, അല്ലെങ്കിൽ ലിമിറ്റഡ് തോട്ടാണ്, അല്ലെങ്കിൽ സ്കാഡാണ്. ആൻഡ് ഐ എം ഓക്കെ വിത്ത് ദാറ്റ്. സോ എനിക്കിങ്ങനെ എന്നെക്കുറിച്ച് നെഗറ്റീവ് കേൾക്കാനോ അല്ലെങ്കിൽ എനിക്ക് പറ്റുന്നില്ല. സോ എല്ലാവർക്കും എല്ലാം പറ്റണമെന്നില്ലല്ലോ. സോ ഒരു ക്ലാസ് റൂമിൽ 40 കുട്ടികളുണ്ടെന്ന് വെച്ചോളൂ, എല്ലാവരും മിടുക്കന്മാരാവണമെന്നൊന്ന് വാശി പിടിക്കാൻ പാടില്ല. സം ആർ നോർമൽ പീപ്പിൾ ഓൾസോ. സോ ഐ ഫീൽ ഐ എം എ വെരി ആവറേജ് ഗൈ ബട്ട് വിത്ത് എ ലോട്ട് ഓഫ് ഡൂസ് ആൻഡ് ഡോൺസ്. സോ ദെർ ആർ തിങ്സ് ഇൻ മൈ ലൈഫ്. ഏതെങ്കിലും ക്യാരക്ടേഴ്സ് വന്നിട്ട് ഐ വിൽ നോട്ട് ഡു ദിസ്, എനിക്കിത് ചെയ്യാൻ പറ്റില്ല. Basically, some character that you said no, I won't do this. Most of the time ഇപ്പോൾ ആൾക്കാർ I ask them to refrain bringing up these physical intimacy ഉള്ള കാര്യങ്ങൾ കൊണ്ടുവരാതിരിക്കാൻ ഞാൻ പറയാറുണ്ട്. which I feel is just because ഞാൻ പറയില്ലേ my focus was on family audience. അപ്പോൾ അവർ ഈ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അത്രയും കംഫർട്ടബിൾ ആയിരിക്കില്ല എന്ന് എനിക്ക് തോന്നി. ഐ എം ടോക്കിംഗ് അബൌട്ട് എ വെരി ലാർജ് നമ്പർ ഓഫ് ഇന്നത്തെ ഫാമിലി ഓഡിയൻസ് വിച്ച് നമ്മൾ എത്ര എവോൾവ് ആയി എന്ന് പറഞ്ഞാലും ദർ ആർ ഫ്യൂ തിങ്സ് ദാറ്റ് ഐ ഡോണ്ട്
want the kids to sit through and all. സോ ഒരു പോയിന്റ് വരെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാർട്ട് ഓഫ് ദ പ്രോസസ്സിൽ ഇത് അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ചിലർ എന്നോട് കളിയാക്കുന്നുണ്ട്, ഇറ്റ് ഈസ് നൗ സോ നോർമൽ. പറയുന്നത് ഔട്ട്സൈഡ് പ്രശ്നമില്ല. വെൻ യു ഫോളോ സർട്ടൻ ഡൂസ് ആൻഡ് ഡോൺട്സ്, യു ജസ്റ്റ് ഫോളോ ഇറ്റ്. That is from within you that you decided. Yeah. And ദൈവം സഹായിച്ചിട്ട് ഇന്നത്തെ അവസ്ഥയിൽ ഐ ഹാവ് ദിസ് തിങ് ടു ഗെറ്റ് മൈ തിങ്സ് ഡൺ. ഐ ആസ്ക്ഡ് ദം ടു റൈറ്റ് എ ബെറ്റർ സീൻ. അത്രയാണ്. Okay, last. Okay. Good play കേട്ടോ, if you're interested. വേസ്റ്റ് ഓഫ് ടൈം ഞാൻ ഒരുപാട് ചെയ്യാറുണ്ട്. വേസ്റ്റ് ഓഫ് ടൈമോ? എങ്ങനെയാ വേസ്റ്റ് ചെയ്യുന്നത്? സോ വേസ്റ്റ് ഓഫ് ടൈം, ഹൗ ഡു യു വേസ്റ്റ് യുവർ ടൈം? ഐ ഹാവ് വേസ്റ്റ്. അതെങ്ങനെയാണ് വേസ്റ്റ് ചെയ്യാൻ പറ്റും? ആവശ്യമില്ലാത്ത സ്ഥലത്ത് തലയിട്ട്, which I have done. Sometimes I feel I should have just left the place if I had this thought. പക്ഷെ എൻ്റെ ബേസിക് ക്യാരക്ടർ ഉണ്ടല്ലോ, ഇറ്റ് ഡസൻ അലൗ മീ ടു ലീവ് ദ പ്ലേസ്. അതൊരു ഈഗോ പ്രശ്നമാണെന്ന് വേണമെങ്കിൽ പറയാം. സോ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ സോൾവ് ചെയ്തേ പറ്റൂ എന്നൊക്കെ നമുക്കുണ്ട്. നമ്മളെ കൊണ്ട് സോൾവ് ആവോ ഇല്ലയോ എന്ന് നമ്മൾ ചിന്തിക്കാൻ പോലും ഇല്ല. അപ്പോൾ നമ്മൾ പിന്നീട് മനസ്സിലാവും ഇത് നമ്മൾ ഡീൽ ചെയ്യേണ്ട കാര്യമല്ല, അത് ഞാൻ സംസാരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട്. അതൊക്കെ വേസ്റ്റ് ഓഫ് ടൈം. അത് ഒരുപാടുണ്ട് എനിക്ക്. ഒരുപാടെന്ന് വെച്ചപ്പോൾ ഇപ്പോൾ കൂടെയുള്ള ടീം എന്തേ ഓൾസോ ഉണ്ണി അവിടെ പോയി അവനെ പിടിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉണ്ട്. സോ നൗ ഐ എം ട്രൈയിങ് ടു ഇൻവെസ്റ്റ് മൈസെൽഫ് ഇൻ മോർ പ്രൊഡക്റ്റീവ് സ്പേസ്. അങ്ങനെ അധികമില്ലെന്ന് പറയുന്നില്ല, പക്ഷേ വേസ്റ്റ് ഓഫ് ടൈം ഞാൻ അതിനെ മാത്രമേ കാണുന്നുള്ളൂ. സോ ഫോർ മീ സിറ്റിംഗ് അലോൺ ആൻഡ് ഡൂയിങ് നത്തിങ് ഈസ് നോട്ട് എ വേസ്റ്റ് ഓഫ് ടൈം. ജനറൽ ഡെഫിനിഷൻ എന്താ പറയുക, generally doing nothing is waste of time. Yeah, which is not for me because I would be at peace. So അത് ഭയങ്കര ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി തലയിടുന്നത് വേസ്റ്റ് ഓഫ് ടൈം. ഓൾറൈറ്റ്, ഉണ്ണിക്കുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഐ ആം ഉണ്ണി മുകുന്ദൻ എന്നാണ് ഹാൻഡിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ ഐ ആം ഡാഷ് എന്നൊരു വാക്ക്, ഇഫ് യു വോണ്ട് ടു റിപ്ലേസ് ദാറ്റ് യുവർ നെയിം വിത്ത്, പെട്ടെന്ന് വാട്ട് എവർ വേർഡ് കംസ് ടു യുവർ മൈൻഡ്, present state of mind, whatever. I'm God. Why I say I'm God is because I feel we are, I think he resides in us and എനിക്ക് ഭയങ്കര തോന്നിയിട്ടുണ്ട്. Because the whole process of a human being coming out is so complicated and cannot be defined. Scientifically heart beat ഉണ്ട്, blood ഇത്രയൊക്കെ ആയിട്ട് നമുക്ക് we still have not figured out how to reproduce blood, which is the most essential of the art, അല്ലേ, artificial. അപ്പോൾ if you feel that you're God, I think you're most connected to him because you, and in a very spiritual sense. അല്ലാതെ എന്നെ കൊണ്ട് എല്ലാം പറ്റും, ഐ എം ഗോണ റൂൾ യു, ആ സെൻസിലല്ല. ആൻഡ് യു ഷുഡ് ബി ചില കാര്യങ്ങളൊക്കെ ഇറ്റ്സ് വെരി, ആൾക്കാർ ഐ ഫീൽ ഇപ്പോൾ വാശി എന്ന് പറയില്ലേ, വാശിയുള്ള കുട്ടിയാണെന്ന്. എനിക്ക് അതെല്ലാം ടേംസ് ഭയങ്കര പോസിറ്റീവായിട്ടാണ് തോന്നാറ്. നമ്മൾ സാധാരണ ആൾക്കാർ ഭയങ്കര വാശിയുള്ള കുട്ടിയെന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനത്തെ കുട്ടികളെ കാണുമ്പോൾ ഭയങ്കര വാവ്, ബിക്കോസ് എല്ലാവർക്കും വാശി ഉണ്ടാവില്ല. വാശി എന്ന് പറഞ്ഞാൽ യു ജസ്റ്റ് ഹാവ് ടു ചാനലൈസ് ഇറ്റ് പ്രോപ്പർലി. ഇഫ് യു ഗിവ് ദറ്റ് കിഡ് ഒരു ടാസ്ക്, വലിയ ടാസ്ക്, സാധാരണ കുട്ടികൾക്ക് പറ്റാത്തൊരു ടാസ്ക് കൊടുത്താൽ ചിലപ്പോൾ ആ കുട്ടി, വാശിയുള്ള കുട്ടി അത് ചെയ്തെടുക്കും. ആൻഡ് ദെൻ യു വിൽ മോട്ടിവേറ്റ് ഹിം ടു ഡു ബെറ്റർ തിങ്സ് ഇൻ ലൈഫ്. ദാറ്റ് സെൻസ് എനിക്ക് ഐ എം ഗോഡ് എന്നുള്ള ടെർമിനോളജി, ഇഫ് ഐ എക്സ്റ്റെൻഡ് ഇറ്റ്, ഉണ്ണി ജസ്റ്റ് എ തോട്ട് ദാറ്റ് അക്കർഡ് ടു മീ ഷെയറിങ് ഇറ്റ് വിത്ത് യു. ദൈവം നമ്മളിലൊക്കെ ഉള്ളിലുണ്ടെങ്കിൽ ബൈ ദാറ്റ് എക്സ്ട്രാപൊലേഷൻ നമ്മളെല്ലാം ഒന്ന് തന്നെയാണ്. At the end of the day, we are all the same and we are all one. So anyway, on that note, we end the conversation here. Looking forward to many more, and thanks so much for coming. It was lovely chatting with you. Thank you for your time too. And അയ്യോ, ഞാനൊരു കാര്യം മറന്നുപോയി, നിങ്ങൾ പ്ലീസ് ആ സബ്സ്ക്രൈബ് വിത്ത് ദാറ്റ് ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ബിക്കോസ് ആ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുന്നവർ വളരെ കുറവാണ്, അനലിറ്റിക്സ് ഒക്കെ നോക്കിയിട്ട് പറയുകയാണ്. സോ പ്ലീസ് പ്രസ് ദാറ്റ് ബെൽ ഐക്കൺ. ഓൾറൈറ്റ്, ബൈ.